ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നല്ലതും ചീത്തയും, വേണ്ടതും വേണ്ടാത്തതും, തെറ്റും ശരിയും, വിജയവും പരാജയവും, ഇരുട്ടും വെളിച്ചവും മാറി മാറി ഉണ്ടാകുന്നു. അതാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം. എന്നാൽ ഇത് ലോകത്തിൻ്റെ സ്വഭാവമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളാണ് ഇവയെല്ലാം. തെറ്റും ശരിയും, ഇഷ്ടവും അനിഷ്ടവും, വിധി നിഷേധങ്ങൾ, ഇതെല്ലാം വ്യക്തിനിഷ്ഠമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒന്നായിരിക്കില്ല നിങ്ങൾക്കിഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒന്ന് എനിക്കിഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വസ്തുനിഷ്ഠമല്ലല്ലോ ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തിനിഷ്ഠമല്ലല്ലോ. അതിനാൽ മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോൾ ഈ വിപരീതമായ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ ചിലർ നമ്മെ നിന്ദിക്കാം, ചിലർ നമ്മെ വന്ദിക്കാം. നിന്ന എവിടെയുണ്ടോ അവിടെ വന്ദിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അതാണ് അപമാനിക്കില്ലോ നോക്കിയിടില്ല ധർമ്മം കണ്ടുപോയിലും ദുഷ്ടനായി തീർന്നു പോയുള്ളോൻ കഷ്ടനഷ്ടങ്ങൾ ചെയ്യിലും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടനുഭവങ്ങൾ ഉണ്ടാകും. അതാണ് അപമാനിക്കാം നമ്മളെ, ബഹുമാനിക്കാം നമ്മളെ. കുറേ ആളുകൾ അപമാനിക്കുമ്പോൾ കുറേ ആളുകൾ ബഹുമാനിക്കും. മാനാപമാനങ്ങൾ രണ്ടിനും അതീതരാവണം നമ്മൾ. മാനാപമാനങ്ങൾക്ക് അധീനരാകുമ്പോൾ എന്നും നമുക്ക് സുഖദുഃഖങ്ങൾ മാറി മാറി വരും. അപമാനിക്കിൽ നോക്കിയിടില്ല ധർമ്മം കണ്ടുപോകിലും. നമ്മുടെ നേരെ ഒരാൾ അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും അവരുടെ നേരെ നാം ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മെ അപമാനിച്ചാലും അധർമ്മം അവർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ നേരെ നാം തിരിഞ്ഞു നോക്കരുത്. ദുഷ്ടനായി തീർന്നു പോയുള്ളോൻ, ദുഷ്ടനായ ഒരാൾ കഷ്ടനഷ്ടങ്ങൾ ചെയ്യിലും. നമുക്ക് വളരെയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അവരുടെ നേരെ തിരിഞ്ഞു നോക്കരുത് എന്നാണ്. അവർ നമ്മെ അപമാനിച്ചേക്കാം, അതുപോലെ നമുക്ക് നേരെ അധർമ്മങ്ങൾ പ്രവർത്തിച്ചേക്കാം. അങ്ങനെയുള്ള ദുഷ്ടനായ ഒരു വ്യക്തി നമുക്ക് നേരെ വിപരീതമായ അനുഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരികയാണെങ്കിലും അതിനെ നാം ഒരിക്കലും ഗൗനിക്കേണ്ടതില്ല. കാരണം നമ്മൾ അവരുടെ നേരെ പ്രതികരിച്ചാൽ അവർ നന്നാവാൻ പോകുന്നില്ല, നമുക്കതിൻ്റെ പ്രത്യാഘാതവുമായി. അതുകൊണ്ട് നാം അതിൻ്റെ നേരെ തിരിഞ്ഞു നോക്കാതെ അത്തരം വ്യക്തികളുമായി സഹവസിക്കാതെ നാം നോക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളുമായി സഹവസിക്കാതെ നാം സജ്ജനങ്ങളുമായി മാത്രം സംസർഗം ചെയ്തും കൊണ്ടിരുന്ന് നമ്മുടെ മനസ്സ് ബലവത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രതികൂലികളുടെ ഇടയിലൂടെയും നമുക്ക് ഇതൊന്നും ബാധിക്കാതെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അപമാനിക്കൽ നോക്കിയിടില്ല ധർമ്മം കണ്ടുപോകിലും ദുഷ്ടനായി തീർന്നു പോയുള്ളോൻ കഷ്ടനഷ്ടങ്ങൾ ചെയ്യിലും.